ഓണത്തോണിയെക്കുറിച്ചൊന്ന് സംസാരിച്ചാലോ? നമ്മുടെ CK അഭിലാൽ പത്തനംതിട്ടയിൽ നിന്നുകൊണ്ട്. അഭിലാൽ, ഗുഡ് മോർണിംഗ്. തിരുവോണ ദിന ആശംസകൾ. ഓണമാണ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഓണത്തോണിയെക്കുറിച്ചൊക്കെ പറയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഓണവിശേഷങ്ങളിലേക്കൊക്കെ പോട്ടെ അഭിലാൽ. നല്ലൊരു സുപ്രഭാതം ആശംസിക്കുകയാണ് എല്ലാവർക്കും, എല്ലാ പ്രേക്ഷകർക്കും. അപ്രതീക്ഷിതമായി അതിരാവിലെ തന്നെ നേരിയ തോതിലുള്ള മഴ പെയ്യുന്നുണ്ട്. മഴയുടെ അകമ്പടിയോടുകൂടിയാണ് ആറന്മുള കടവിലേക്ക് തിരുവോണത്തോണിയുടെ വരവ്. ഗുരുവായൂർ അപ്പൻ എന്ന വിശേഷണം പോലെ ആലമ്പുഴ ദേശക്കാർക്ക് ആറന്മുള പാർത്ഥസാരഥി എന്നത് ആറന്മുള അപ്പനാണ്. ആറന്മുള അപ്പന് തിരുവോണ ദിവസം തിരുവോണ സദ്യ ഒരുക്കാനുള്ള സർവ്വ വിഭവങ്ങളുമായാണ് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് തിരുവോണ തോണി ആറന്മുള ക്ഷേത്രക്കടവിൽ അടുത്തത്. നിരവധി പള്ളിയോടങ്ങളുടെ അകമ്പടി ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി നൂറുകണക്കിന് ഭക്തർ മഴയെ അവഗണിച്ചുകൊണ്ട് ക്ഷേത്ര സന്നിധിയിലും പരിസര പ്രദേശങ്ങളിലും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ കാത്തുനിൽപ്പ് ആരംഭിച്ചിരുന്നു. ഇപ്പോൾ തിരുവോണ തോണിയുടെ സ്വീകരണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. മങ്ങാട്ട് ഭട്ടതിരിയുടെ നേതൃത്വത്തിൽ തിരുവോണ തോണിയിൽ ഇന്നലെ വൈകുന്നേരമാണ് യാത്ര ആരംഭിച്ചത്. അങ്ങനെ രാത്രി മുഴുവൻ നീണ്ട യാത്ര തിരുവോണ തോണിയുടേത് ആറന്മുള ക്ഷേത്രക്കടവിൽ സമാപിച്ചിരിക്കുകയാണ്. ആചാരപരമായ സ്വീകരണങ്ങൾ പൂർത്തിയാക്കി മങ്ങാട്ട് ഭട്ടതിരിയെയും അതോടൊപ്പം തന്നെ തിരുവോണത്തോണിയിൽ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് കരക്കാരെയും ഒക്കെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രതിനിധികളും ഭക്തജനങ്ങളും ക്ഷേത്ര ജീവനക്കാരും ചേർന്ന് സ്വീകരിച്ച് ക്ഷേത്രത്തിനുള്ളിലേക്ക് ആനയിക്കുകയാണ്. തിരുവോണത്തോണിയിലെ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലേറെ സവിശേഷതയുണ്ട്. ഉരലിൽ കുത്തിയ നെല്ലിൻ്റെ അരി മുതൽ കദളിപ്പഴം വരെയുള്ള വിഭവങ്ങളാണ് തിരുവോണത്തോണിയിൽ വന്ന് എത്തിക്കുന്നത്. മാത്രമല്ല, തിരുവോണത്തോണിയിൽ എത്തിക്കുന്ന ദീപം അതാണ് അടുത്ത ഒരു വർഷക്കാലയളവിൽ ക്ഷേത്രത്തിലെ കെടാവിളക്കിലേക്ക് പകരുകയും ചെയ്യുന്നത്. ഈ കെടാവിളക്കിലേക്ക് അഗ്നി പകർന്ന ശേഷം മാത്രമേ ഇന്ന് ക്ഷേത്രത്തിലെ ചടങ്ങുകൾ ആരംഭിക്കുകയുള്ളൂ. ഉച്ചയ്ക്ക് ഈ വിഭവങ്ങൾ കൊണ്ടാണ് ഭഗവാന് സദ്യ ഒരുക്കുന്നത്. തിരുവോണത്തോണിയിൽ എത്തിയ ഭട്ടതിരി വൈകുന്നേരം അത്താഴ പൂജ കൂടി കഴിഞ്ഞ് കാണിക്ക അർപ്പിച്ച ശേഷമായിരിക്കും മടങ്ങുക. ഈ ചടങ്ങുകൾക്കൊക്കെ തന്നെ സാക്ഷ്യം വഹിച്ച് ഇന്ന് രാവിലെ 7 മണിയോ അല്ലെങ്കിൽ 8 മണിയോ ഒക്കെ കൂടി കഴിഞ്ഞ് ക്ഷേത്രത്തിൽ ദർശനം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ആറന്മുള ദേശക്കാർ വീടുകളിലേക്ക് മടങ്ങി പിന്നീട് സദ്യയ്ക്കും അതോടൊപ്പം തന്നെ ആഘോഷത്തിനുമൊക്കെ തന്നെ ഒരുക്കം തുടങ്ങുക. അഭിലാല, ശരിക്കും ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുമല്ലേ? ഒരു നാടിന് തന്നെ വലിയൊരു ആഘോഷത്തിന്റെയും സംസ്കാരത്തിന്റെയൊക്കെ ഭാഗമായി മാറി ഓരോ വർഷവും നടന്നു വരുന്ന ചടങ്ങാണ്. പക്ഷേ നല്ല മഴയുണ്ടല്ലേ? അത്രയും ആ ഒരു മഴയെ പോലും അവഗണിച്ചുകൊണ്ട് അത്രയും മനുഷ്യരൊഴുകി എത്തുന്നു എന്ന് പറയുമ്പോൾ അത് ശരിക്കും അവരുടെ ജീവിതത്തിന്റെ ഭാഗം കൂടിയായി മാറുന്നുണ്ടല്ലേ? എനിക്ക് തോന്നുന്നു ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ഒരു വഞ്ചിപ്പാട്ടൊക്കെ ഉണ്ട് അവിടെ. വഞ്ചിപ്പാട്ടിന്റെ കേൾവി തന്നെ അതൊരു കാഴ്ചക്കാരിൽ താളം പിടിപ്പിക്കുന്നതാണ്. അത്ര ഈണത്തോടുകൂടി താളത്തിൽ പാടുന്ന പാട്ടാണ് വഞ്ചിപ്പാട്ട്. കേൾക്കുമ്പോൾ അതിന് ഒപ്പം ചേരാൻ ആർക്കും തോന്നുകയും ചെയ്യും. ഇന്ന് മഴ ഉണ്ടാകുമെന്നുള്ളത് നേരത്തെ തന്നെ പ്രവചനമുണ്ടായിരുന്നു. പക്ഷേ രാവിലെ അത്ര നേരത്തെ മഴ പെയ്യുമെന്ന് കരുതിയിരുന്നില്ല. എന്നാലും ആളുകളുടെ ഭക്തിയും വിശ്വാസത്തെയും ഒന്നും മഴ ചോർത്തിക്കളയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഏറെ ആവേശത്തോടു കൂടി തന്നെ വിവിധ കരക്കാർ വള്ളപ്പാട്ടും പാടിക്കൊണ്ട് തിരുവോണത്തോണിയെ സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ക്ഷേത്രത്തിലാണ് പ്രധാനപ്പെട്ട ചടങ്ങ്. സ്വീകരിച്ച വിഭവങ്ങളൊക്കെ തന്നെ കൊടിമര ചുവട്ടിൽ എത്തിച്ച ശേഷം പൂജകൾ പൂർത്തിയാക്കി ഉള്ളിലേക്ക് എത്തിക്കും. ശേഷം കെടാവിളക്കിലേക്ക് ദീപം പകരും. അതിനുശേഷം ക്ഷേത്രത്തിലെ പതിവ് പൂജകളുടെ ആരംഭമാണ്. ഇന്ന് മുഴുവൻ സമയവും ക്ഷേത്രത്തിൻ്റെ നട തുറന്നിരിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. പകൽ സമയം മുഴുവൻ. മാത്രമല്ല, ഇന്ന് വള്ളസദ്യ ഉണ്ടായിരിക്കുകയില്ല. അതേസമയം ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ആളുകൾക്ക് തിരുവോണ സദ്യ നൽകുകയും ചെയ്യും. ആറന്മുളയിലെ ഓണത്തോണി, അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CK അഭിലാലാണ് ഓരോ കാര്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് മഴയെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് കുറേ നാളുകളായിട്ട് നമ്മൾ പറയുന്നുണ്ടായിരുന്നു അല്ലേ? ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ കുളവാക്കാൻ മഴ എത്തുമോ എന്നുള്ളൊരു സംശയം ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ മഴ എത്തിയിട്ടും ഒരു കാര്യവുമില്ല. ഞങ്ങളുടെ ഓണം ആഘോഷിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ തിരുവോണ നാളിൽ ആദ്യം തന്നെ നമ്മൾ ആറന്മുളയിൽ നിന്നും കാണുന്നത്. ഒരു നാടിന് തന്നെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായി മാറിയ ഒരു ആചാരം കൂടിയാണത്. കാരണം രാവിലെ തന്നെ തിരുവോണ നാളിൽ തന്നെ പുലർച്ചെ ഇത്രയും സമയം ഈ 6 മണി കഴിഞ്ഞതേ ഉള്ളൂ. ആ സമയം ആറന്മുള ക്ഷേത്രത്തിൽ തിരുവോണത്തോണി എത്തിയിരിക്കുകയാണ്. ഓണസദ്യക്കുള്ള വിഭവങ്ങളുമായിട്ട് എത്തുന്ന ഓണത്തോണി അതിനെ വഞ്ചിപ്പാട്ട് പാടി സ്വീകരിക്കുന്നു. ആ ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള
വിദേശത്തുള്ളവരാണ് എങ്കിലും ആ നാട്ടിലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ പോലും രാവിലെ തന്നെ ആ മനുഷ്യരെല്ലാവരും അവിടേക്ക് ഒഴുകിയെത്തുന്നു. അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ്. അങ്ങനെയാണ് ഓണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഓരോ കാര്യങ്ങളും, അതായത് ഐതിഹ്യമായാലും നമ്മൾ എല്ലാ വർഷവും തുടർന്നു പോകുന്ന ഓരോ കാര്യങ്ങളായാലും